അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമായ ഒരു ഇബാദത്താണ്. അള്ളാഹുവുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാനുള്ള ഇബാദത്തുകളുടെ ഒരു കൂട്ടത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ദിക്റുകൾ എന്നുള്ളത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഉന്നതമായ നാമങ്ങളിലൂടെയും വിശേഷണങ്ങളിലൂടെയും അള്ളാഹു അവനെ പുകഴ്ത്തുവാൻ വേണ്ടി നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തരമായ വചനങ്ങൾ ദിക്റുകളിൽ ഉൾപ്പെടുന്നു. ഈ ദിക്റുകൾ നിലനിർത്തിക്കൊണ്ട് ജീവിക്കുവാനാണ് ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ദിക്റുകളുടെ മഹത്വവും അതുകൊണ്ട് സംഭവിക്കുന്ന അത്ഭുതങ്ങളും വളരെ വലുതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ 33-ാമത്തെ സൂറത്തുൽ അഹ്സാബിന്റെ 41-42 ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കണം, അല്ലാഹുവിനെ ധാരാളമായി ഓർക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദ്കുറുല്ലാഹ ദിക്റൻ കസീറാ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളമായി അനുസ്മരിക്കുക, ഓർക്കുക. വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ, കാലത്തും വൈകുന്നേരവും അവന് തസ്ബീഹ് നടത്തുക എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രിയപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് അല്ലാഹുവിനെ ഓർക്കുവാൻ വേണ്ടി, അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഇവിടെ പ്രത്യേകമായി രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അല്ലാഹുവിനെ ഓർക്കുക എന്ന് പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുവാൻ പ്രത്യേകം കാരണമുണ്ട്. പ്രിയ സഹോദരി സഹോദരന്മാരെ, പൊതുവിൽ രാവിലെയും വൈകുന്നേരവും നമസ്കാര ശേഷവും നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങളുണ്ടാകുമ്പോൾ ഈ സമയത്തൊക്കെ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികളായ ഞാനും നിങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ പല ഭാഗത്തും സമയവ്യത്യാസം കൂടാതെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രത്യേക സമയം എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട് ജീവിക്കുക എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 7-ാമത്തെ അധ്യായം സൂറത്തുൽ അഅറാഫിന്റെ 205-ാമത്തെ ആയത്തിൽ കാണാൻ സാധിക്കും, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫതൻ വദൂനൽ ജഹരി മിനൽ ഖൗലി ബിൽ ഗുദുവ് വൽ അസ്വാൽ വലാ തകും മിനൽ ഗാഫിലീൻ. അതായത് വിനയത്തോടുകൂടിയും ഭയപ്പാടോടും കൂടി വാക്ക് ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നിന്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കുക, നീ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത് എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് സഹോദരങ്ങളെ, അള്ളാഹുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് അശ്രദ്ധരായി ജീവിക്കാതിരിക്കുവാനുള്ള ഒരു മാർഗമായിക്കൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ ദിക്റിലൂടെ അള്ളാഹുവിലേക്ക് മുന്നേറാനുള്ള ആരാധനകൾ, ആ ആരാധനകൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം അള്ളാഹുവിനെ അറിയുവാനും അള്ളാഹുവിനെ സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കും. ഒരുപാട് നന്മകൾ നമ്മുടെ മനസ്സിന് ആനന്ദം പകരുന്ന, നമ്മുടെ ജീവിതത്തിൽ ഈമാൻ വർദ്ധിക്കുന്ന, തഖ്വ വർദ്ധിക്കുന്ന ഒരുപാട് നന്മകൾ വർദ്ധിപ്പിക്കുവാൻ ദിക്റിലൂടെ നമുക്ക് സാധിക്കും. അതോടൊപ്പം ചീത്തവാക്കുകൾ വെടിയുവാനും നമ്മുടെ സംസാരം നന്നാക്കുവാനുമൊക്കെ ദിക്റുകൾക്ക് ഉപകരിക്കുമെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് വിശ്വാസികളെ നാം കൃത്യമായി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് സദാസമയവും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അക്കൂട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന് കൃത്യമായി വേർതിരിച്ച് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രാവും പകലും മാറിക്കൊണ്ടിരിക്കുന്ന
സന്ദർഭങ്ങളാണ് സഹോദരങ്ങളെ രാവിലെയും വൈകുന്നേരവും എന്നുള്ളത്. പ്രകൃതിയിൽ പലതരം മാറ്റങ്ങളും സംഭവിക്കുന്ന ആ സമയത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെയും അനുഗ്രഹങ്ങളെയും കുറിച്ച് ഓർമ്മിക്കുവാൻ പറ്റിയ ഒരു പ്രത്യേക അവസരമായതുകൊണ്ടാണ് പല സമയങ്ങളിലും രാവിലെയും വൈകുന്നേരവും നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക എന്ന് പല ആയത്തുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. രാവും പകലും മാറി വരുന്ന ഒരു സന്ദർഭമാണ് അത്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ കൃത്യമായി അള്ളാഹുവിനെ ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാസമയം നബിയുടെ ജീവിതം ദിക്റുകൾ കൊണ്ട് ധന്യമായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യദ്കുറുല്ലാഹ അലാ കുല്ലി അഹ്യാനിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ സ്മരിച്ചിരുന്നു. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിത കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എത്രയോ പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട്. നമ്മളെ പോലെയല്ല. ഒരുപാട് പരീക്ഷണങ്ങൾ, ഒരുപാട് വിമർശനങ്ങൾ, കുത്തുവാക്കുകൾ, ആ നിലക്കുള്ള മാനസികമായ സംഘർഷങ്ങൾ ധാരാളമായി സഹിക്കേണ്ടി വന്ന ഒരു മഹൽ വ്യക്തിത്വമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസം പകർന്നത്, കാര്യങ്ങളിൽ എളുപ്പം നൽകിയത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള ദിക്റുകൾ ഉരുവിട്ടുകൊണ്ടിരുന്ന ജീവിതമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നേറുവാനുള്ള വലിയൊരു പ്രചോദനമായത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുകൾ കൊണ്ട് ജീവിക്കുന്ന ഒരാളെയും അല്ലാത്ത ആളുകളെയും റസൂലുള്ളാഹി ഉപമിച്ചത് മസലുല്ലദീ യദ്കുറു റബ്ബഹു വല്ലദീ ലാ യദ്കുറു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അതായത് അള്ളാഹുവിനെ സ്മരിക്കുന്നവന്റെയും അള്ളാഹുവിനെ സ്മരിക്കാത്തവന്റെയും ഉദാഹരണം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്നവന്റെയും മരിച്ചവന്റെയും പോലെയാണെന്നുള്ളതാണ്. അള്ളാഹുവിനെ ഓർക്കുന്ന വ്യക്തികൾക്ക് സഹോദരങ്ങളെ അവന്റെ ഹൃദയത്തിന് ജീവനുണ്ടാവുകയുള്ളൂ, അവന്റെ ഈമാനിന് ശക്തിയുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയെക്കുറിച്ചും ഒരു മരിച്ചവന്റെ അവസ്ഥ നമുക്കറിയാം. ഇതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സ്വഹാബികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നു, അല്ലാഹുവിന്റെ റസൂലേ, മുജാഹിദുകളിൽ അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും മഹത്തായ പ്രതിഫലം വാങ്ങുന്നവർ ആരാണ് റസൂലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കറിയാം ജിഹാദ് എന്നുള്ളത് ഏറ്റവും വലിയ സൽക്കർമ്മമാണ്, സ്വർഗം ലഭിക്കുന്ന കർമ്മമാണ്. ആ കൂട്ടത്തിൽ തന്നെ ആരാണ് റസൂലേ ഏറ്റവും മഹത്തായ പ്രതിഫലം നേടുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്നവർ ആരാണോ അവരാണ് അവരിൽ ഏറ്റവും വലിയ പ്രതിഫലം വാങ്ങുന്നവർ. സഹാബത്ത് ചോദിച്ചു, നോമ്പുകാരിൽ ആരാണ് റസൂലേ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത്? നോമ്പിന് വലിയ പ്രതിഫലമാണ്. ആ നോമ്പുകാരിൽ തന്നെ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നത് ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച റസൂലുള്ളാഹി പറഞ്ഞതാണ്, ആ നോമ്പുകാരിൽ തന്നെ അള്ളാഹുവിനെ ഏറ്റവും സ്മരിക്കുന്നവരാണ് വലിയ പ്രതിഫലം വാങ്ങുന്നവർ. ഇങ്ങനെ നമസ്കാരത്തെക്കുറിച്ചും സകാത്തിനെ കുറിച്ചും ഹജ്ജിനെ കുറിച്ചും ദാനധർമ്മത്തെക്കുറിച്ചും ഒക്കെ സഹാബത്ത് ചോദിക്കാണ്, ഇവരിലൊക്കെ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ആളാരാണ്, ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവൻ ആരാണ് എന്ന് നബിയോട് ചോദിച്ചപ്പോൾ അവിടുന്നൊക്കെ റസൂലുള്ളാഹി എല്ലാറ്റിനും മറുപടി പറഞ്ഞത്, അവരിൽ ഏറ്റവും അധികം അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകളാണ്, ദിക്റുകൾ കൊണ്ട് അവന്റെ മനസ്സ് ധന്യമാക്കുന്ന ആളുകളാണ് അവരിലേക്ക് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്നവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവർ അള്ളാഹുവിനെ ഓർക്കുന്നവരാണ്, ദിക്ർ ചൊല്ലുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഈ വിഷയം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിന്റെ സ്മരണ ഉപേക്ഷിക്കുന്നതിൽ ആർക്കെങ്കിലും ഇളവ് നൽകപ്പെട്ടിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ
യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾക്ക് ലഭിച്ചേനെയെന്ന് പറയുന്നുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയില്ല എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പക്ഷേ അവരോട് പോലും അല്ലാഹ് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ലഖീതും ഫിഅത, സത്യവിശ്വാസികളെ നിങ്ങൾ ശത്രു സംഘത്തെ കണ്ടുമുട്ടിയാൽ ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കുക, വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ അധികമായി സ്മരിക്കുകയും ചെയ്യുക, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം. നോക്കൂ സഹോദരങ്ങളെ, ശത്രുക്കളുമായി ഏറ്റുമുട്ടുന്ന സമയത്ത് വല്ലാത്തൊരു മാനസികാവസ്ഥയായിരിക്കും. പല വിഷയങ്ങളിലും ഇളവ് നൽകിയിരുന്നുവെങ്കിൽ അവർക്ക് ഇളവ് നൽകിയിരുന്നു. നമസ്കാരത്തിൽ പോലും അവർക്ക് ഇളവില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ പഠിപ്പിക്കുന്നതാണ്, ശത്രുക്കൾ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ ഉറച്ചു നിൽക്കുക, അതോടൊപ്പം വദ്കുറുല്ലാഹ കസീറാ, അല്ലാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക, ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം. നോക്കൂ സഹോദരങ്ങളെ, അല്ലാഹനെ ഓർക്കുക എന്നുള്ളത് നമുക്ക് വിജയം ലഭിക്കുന്ന കാര്യമാണ്. ഇഹലോകത്തും പരലോകത്തും വിജയം ലഭിക്കുന്ന വിഷയമാണ് അല്ലാഹുവിനെ സ്മരിക്കുക എന്നുള്ളത്. പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. ദിക്ർ ചൊല്ലുന്ന ഒരാള് ദിക്ർ ചൊല്ലാത്ത ഒരു വ്യക്തി എപ്രകാരമായിരിക്കുമെന്ന് പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുകയാണ്, അസ്സിക്റു ലിൽ ഖൽബി മിസ്ലുൽ മാഇ ലിസ്സമക്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ ഹൃദയത്തിന് മത്സ്യത്തിന് വെള്ളം ലഭിക്കുന്ന പോലെയാണ്. അത് അല്ലാഹുവിനെ കുറിച്ച് ഒരാൾ ഓർത്തു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിന് മത്സ്യത്തിന് വെള്ളം ലഭിക്കുന്ന പോലെയാണ്. എന്നിട്ട് പറയാണ്, ഫകൈഫ യകൂനു ഹാലുസ്സമകി ഇദാ ഫാറഖൽ മാ, ആ മത്സ്യത്തെ വെള്ളം ഒഴിവാക്കിയാൽ, മത്സ്യത്തിനെ ആ വെള്ളത്തിൽ നിന്നും ഒഴിവാക്കിയാൽ എന്തായിരിക്കും മത്സ്യത്തിന്റെ അവസ്ഥ? അതിങ്ങനെ പടഞ്ഞുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. അവസാനം അവൻ ജീവനില്ലാത്തവനായി പോകും. ഇതുപോലെയാണ് പ്രിയപ്പെട്ടവരെ ദിക്റുള്ള ഹൃദയം എന്നുള്ളത്. ദിക്റുള്ള ഹൃദയം, ദിക്റില്ലാത്ത ഹൃദയം എന്ന് പറയുന്നത് ഇതുപോലെ വെള്ളം ലഭിക്കാത്ത മത്സ്യത്തെ പോലെയായിരിക്കുമെന്നുള്ളതാണ്. അല്പസമയം മത്സ്യത്തെ വെള്ളത്തിൽ നിന്നും എടുത്ത് കരക്കിട്ട് കഴിഞ്ഞാൽ അത് പടഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിൽ നിന്നും ദിക്റുകൾ അല്പസമയം മാറ്റിവെച്ചാൽ അത് ക്രമേണ നമ്മുടെ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കും. ദിക്ർ മനസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണവും നമ്മുടെ നമസ്കാരവും, നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണ നമസ്കാരവും അല്ലാഹുവിനെ കുറിച്ച് ദിക്റുകളും നമ്മുടെ മനസ്സിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടച്ചുകൊണ്ടിരിക്കും. നമ്മുടെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ ഈമാൻ ക്രമേണ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ദിക്റുകൾ കൊണ്ട് നമ്മുടെ മനസ്സിനെ ധന്യമാക്കുവാൻ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്, വലാ റൈബ അന്നൽ ഖൽബ യസ്ദഉ കമാ യസ്ദഉൽ നുഹാസ് വൽ ഫിദ്ദ വഗൈറുഹാ, അതായത് വെള്ളിയും ചെമ്പും അവയെല്ലാത്തതുമെല്ലാം തുരുമ്പ് പിടിക്കുന്ന പോലെ ഹൃദയം തുരുമ്പ് പിടിക്കും. സഹോദരങ്ങളെ, ഹൃദയം നുരുമ്പിപ്പോകും, ഹൃദയം കറ പിടിക്കുമെന്നുള്ളതാണ്. ഏതുപോലെ സ്വർണവും വെള്ളിയും ഇരുമ്പുമൊക്കെ തുരുമ്പെടുക്കുന്നത് പോലെയും ഹൃദയം ഇല്ലാതായിക്കൊണ്ടിരിക്കും, ഹൃദയത്തിൽ കറ പുരണ്ടുകൊണ്ടിരിക്കും. എന്നിട്ട് പറയാണ്, വജലാഉഹു ബിസ്സിക്രി വൽ ദിക്രിൽ വാബിലി ത്വയ്യിബ്, അതിന്റെ തിളക്കം ദിക്റ് കൊണ്ടാകുന്നു. ദിക്റുകൾ കൊണ്ട് മാത്രമേ ആ ഹൃദയത്തെ നമുക്ക് തിളക്കമുള്ളതാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുകയാണ്. സഹോദരന്മാരെ, നമ്മുടെ ഹൃദയത്തിൽ ഒരു തിന്മ വന്നു കഴിഞ്ഞാൽ, നാം ഒരു തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴുകയാണ്. നമ്മുടെ ഹൃദയം അങ്ങനെ കറുത്തുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ആ ഹൃദയം വെളുപ്പിക്കണമെങ്കിൽ ദിക്റുകൾ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഞാനും നിങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ സൂചിപ്പിച്ചത്, ഒരു സത്യവിശ്വാസിയുടെ മനസ്സിന് ഇടയ്ക്ക് ഒരു ഒറ്റപ്പെടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലേ? പലപ്പോഴും നമുക്കൊരു ഒറ്റപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. എന്താ കാരണം എന്നറിയില്ല. മനസ്സ് അസ്വസ്ഥമാകും, മനസ്സ് ടെൻഷനാകും, മനോവിഷമം ഉണ്ടാകും.
അങ്ങനെ എന്തെന്നില്ലാത്തൊരു പ്രയാസം അനുഭവപ്പെടുന്ന സമയത്ത് പോലും അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ ഓർത്തു കഴിഞ്ഞാൽ ആ ഒരു ഒറ്റപ്പെടൽ, ആ മനസ്സിന്റെ പ്രയാസം നീങ്ങിപ്പോകുമെന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, എല്ലാറ്റിനുമുള്ള പരിഹാരമാണ് ദിക്റുല്ലാഹ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. കൃത്യമായി അള്ളാഹുവിനെ ഓർക്കാനായി ആരെങ്കിലും തന്റെ നാവിനെ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ നാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വൃത്തികേടിൽ നിന്നും ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും അള്ളാഹു സംരക്ഷിക്കുമെന്നുള്ളതാണ്. ആ നാവ് സദാസമയം, സഹോദരങ്ങളെ, ദിക്റുകൾ കൊണ്ട് നാവിളക്കി കഴിഞ്ഞാൽ അവന്റെ ലിസാനുഹു അനിൽ ബാത്തിലി വൽ ലഗ്വ്, അനാവശ്യമായ കാര്യത്തിൽ നിന്നും വൃത്തികേടിൽ നിന്നും അവൻ നാവിനെ അല്ലാഹു സുബ്ഹാനഹു സംരക്ഷിക്കുമെന്ന് വന്നാൽ, വമൻ യബിസ ലിസാനുഹു അൻ ദിക്രില്ലാഹി തആല, ആരെങ്കിലും അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നതിൽ നിന്നും തന്റെ നാവിനെ ഇല്ലാതാക്കിയാൽ, നാവ് ഉണങ്ങിപ്പോയാൽ, തറത്തബ ബികുല്ലി ബാത്തിലിൻ വലഗ്വിൻ വഫുഹ്ഷ്, അതായത് എല്ലാവിധ വൃത്തികേടും തോന്നിവാസവും കൊണ്ട് അവന്റെ നാവ് നനയുകയും ചെയ്യുമെന്നുള്ളതാണ്. നാവ് സൂക്ഷിച്ചാൽ സ്വർഗമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ദിക്റ് കൊണ്ട് ആ നാവിനെ നമുക്ക് സംരക്ഷിക്കുവാൻ സാധിക്കുമെന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ എല്ലാ സമയത്തും ദിക്റുകൾ നിറഞ്ഞതാകണം. ദിക്റുകൾ കൊണ്ട് അവന്റെ മനസ്സ് കൃത്യമായി നിറക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം ക്രമീകരിച്ചിട്ടുള്ളത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന രൂപത്തിലാണ്. രാവിലെ എഴുന്നേറ്റ് രാത്രി നമ്മൾ കിടക്കയിലേക്ക് പോകുന്നത് വരെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ലഭിക്കുവാൻ, നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുവാൻ, നമ്മുടെ ടെൻഷനും നമ്മുടെ മനോവിഷമങ്ങളും ഇല്ലാതാക്കുവാൻ, നമ്മെ ബാധിക്കുന്ന പരീക്ഷണങ്ങൾ രക്ഷപ്പെടുത്തുവാൻ, പെട്ടെന്ന് സംഭവിക്കുന്ന അപകടങ്ങൾ രക്ഷപ്പെടുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞത്, ഒരു സത്യവിശ്വാസി അവന്റെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ തന്നെ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എഴുന്നേൽക്കുന്നത്. അങ്ങനെ അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ, അവൻ ബാത്റൂമിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വസ്ത്രം ധരിക്കുമ്പോൾ, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ, വാഹനത്തിൽ കയറുമ്പോൾ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അങ്ങാടിയിലേക്ക് അവൻ പ്രവേശിക്കുമ്പോൾ, എന്തെങ്കിലും അപകടങ്ങൾ അവൻ കാണുമ്പോൾ, അപകട വാർത്തകൾ കേൾക്കുമ്പോൾ, എല്ലാ സമയത്തും പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ദിക്റുകൾ കൊണ്ട് സമ്പുഷ്ടമാക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് പ്രിയ സഹോദരി സഹോദരന്മാരെ, സൂചിപ്പിക്കുവാനുള്ളത്, കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തണം. മദ്രസയിലെ കുട്ടികൾക്ക് ഒരു ഡയറി ഉണ്ടാവും. ആ ഡയറിയിൽ ചോദിക്കുന്നുണ്ടാകും, നമസ്കാരം, ളുഹ്ർ ടിക്കിടും നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ, അസർ, മഗ്രിബ്, ഇശാ, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം. സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിലും അല്ല നമ്മുടെ മൊബൈൽ ഫോണിലോ നമ്മുടെ വീട്ടിൽ ഒരു നോട്ട് പുസ്തകത്തിലോ ഈ രൂപ ഡയറി നമ്മൾ എഴുതി വെക്കി. നമ്മുടെ ജീവിത സഹോദരങ്ങളെ, ഒരുപാട് ദിക്റുകൾ പ്രാവർത്തികമാക്കാൻ, നമ്മുടെ മനസ്സിനെ നന്നാക്കുവാൻ, നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കാൻ സഹോദരങ്ങളെ അത് സാധിക്കുന്നുള്ളതാണ്. ഒന്ന് പരീക്ഷിച്ചു നോക്കുക. ഒരു മാസം നമ്മൾ മൊബൈൽ ഫോണിൽ എല്ലാ സംവിധാനമുണ്ട്. ഒരു എക്സൽ ഷീറ്റ് ഓപ്പൺ ആക്കിയാൽ അതിലിങ്ങനെ എഴുതുക, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ, റവാത്തിബ് സുന്നത്തുകൾ, ളുഹ്ർ, അസർ, മഗ്രിബ്, ഇശാ, സുബഹി, ഖുർആൻ പാരായണം, ദിക്റുകൾ. എന്നിട്ട് താഴോട്ട് എഴുതുക, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ, ബാത്റൂമിൽ പോകുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് കയറുമ്പോൾ. ഇങ്ങനെ സഹോദരങ്ങളെ നമ്മളൊരു കൃത്യം ഒരു ഓർഡർ ഉണ്ടാക്കിയുണ്ടല്ലോ, നമ്മുടെ ജീവിതം എല്ലാ നിലക്കും നമുക്ക് റാഹത്തുള്ള ജീവിതമായി മാറുന്നുള്ളതാണ്. നമുക്കും പറ്റും, കുട്ടികൾക്ക് മാത്രമല്ല. എന്നിട്ട് അല്ലെങ്കിൽ ടിക്കറ്റ് നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, രാത്രി എന്ത് ചെയ്യുക, നമ്മൾ ആ ലിസ്റ്റ് എടുത്ത് എന്ത് ചെയ്യുക, ഒന്ന് ടിക്കറ്റ് നോക്കുക. ഒരാഴ്ച സഹോദരങ്ങളെ നമ്മളതിങ്ങനെ മറിച്ചു നോക്കുമ്പം ഒരുപാട് ബ്ലാങ്കയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ മാറ്റം വരുത്താൻ കഴിയും. ഒന്ന് പരീക്ഷിച്ച് നോക്കണം നമ്മൾ.
എല്ലാവർക്കും സാധിക്കുന്ന വിഷയമാണ്. എന്തിനാ സഹോദരങ്ങളെ? നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ നിറക്കാൻ വേണ്ടിയാണ്. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ദിക്റുകൾക്ക് ലഭിക്കുന്ന അത്ഭുതങ്ങൾ. അങ്ങനെ കൃത്യമായി ആ ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തതുപോലെ പിന്നെ നമുക്കതില്ലാതെ ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ ദിക്റുകൾ പ്രാവർത്തികമാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പാരായണം കൃത്യമായി നമുക്ക് പ്രാവർത്തികമാക്കുവാൻ സാധിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ സഹോദരങ്ങളെ, ദുനിയാവിന്റെ വിഷയത്തിലേക്ക് പോലും നമ്മൾ ഇറങ്ങുന്ന സമയത്ത് പോലും അള്ളാഹുവിനെ ഓർക്കുവാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ഫൈദാ ഖുദിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർള് വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. സൂറത്ത് ജുമുഅയാണ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ. അല്ലേ? പള്ളിയിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യണം? പ്രവേശിക്കണം. ആ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക. റിസ്ക് നേടാൻ വേണ്ടി ജോലിക്കിറങ്ങിക്കൊള്ളുക. ഭൂമിയിൽ നിങ്ങൾ വ്യാപിച്ചു കൊള്ളുക. അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നും ധാരാളമായി നിങ്ങൾ തേടിക്കൊള്ളുക. പിന്നെ പറഞ്ഞതാണ്, അള്ളാഹുവിനെ ധാരാളമായി നിങ്ങൾ ഓർക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം പ്രാപിച്ചേക്കാം. നോക്കൂ സഹോദരങ്ങളെ, നമ്മളൊക്കെ ജീവിക്കണം എന്തിനാണ്? നമ്മളൊക്കെ ജോലിക്ക് പോകണം എന്തിനാണ്? കുടുംബം പോറ്റാന്, ഒരു വീടുണ്ടാക്കണം, മക്കളെ പഠിപ്പിക്കണം, ചികിത്സക്ക് പൈസ വേണം. ആ സമയത്ത് പോലും അള്ളാഹു പറഞ്ഞതാണ്, നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ചു കൊള്ളുക. പക്ഷേ എന്ത് ചെയ്യണം? അള്ളാനെ ഓർക്കണം. ധാരാളമായി അള്ളാനെ ഓർക്കണം. എങ്കിൽ മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഉപജീവന മാർഗം അന്വേഷിച്ച് ഭൂമിയിൽ നടക്കുമ്പോൾ പോലും ആഖിറത്തിന്റെ കാര്യം ഒരിക്കലും മറക്കരുത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ എന്തിനു വേണ്ടിയാണോ ജീവിക്കുന്നത് അത് കൃത്യമായി നമുക്ക് ലഭിക്കുവാൻ, നമ്മൾ എന്താണോ ഭയപ്പെടുന്നത്, എന്തിന്റെ വിഷയത്തിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്, എന്തിന്റെ വിഷയത്തിൽ നമ്മൾ മനോവിഷമം നമുക്ക് ഉണ്ടാകുന്നത്, അതിനൊക്കെ പരിഹാരമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദിക്റുള്ളയാണ്. അള്ളാഹുവിനെ ഓർത്തുള്ള ജീവിതമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് ഇന്നു മുതൽ കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചുകൊണ്ട്, ഒരു ഡയറി സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ദിക്റുകൾ കൃത്യമായി നമ്മൾ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ജീവിതത്തിൽ സദാസമയം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് നമ്മുടെ അവസാന സമയം നന്നാക്കുവാനുള്ള വലിയൊരു അവസരമായിട്ട് നമ്മൾ കാണേണ്ടത്. ഏത് സമയത്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മരണം നമ്മിൽ വന്നെത്തുക എന്ന് നമുക്ക് ആർക്കും അറിയാൻ സാധിക്കുകയില്ല. മരണത്തിന് പ്രായമില്ല. ഏത് പ്രായത്തിലും നമ്മുടെ മരണം നമ്മെ തേടിയെത്തും. അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള മനസ്സുകൾക്ക് ആ അവസാന സമയത്തും പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടുകൂടി മരിക്കുവാൻ സാധിക്കുമെന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വാഹനത്തിൽ കയറുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ് വാഹനത്തിൽ കയറേണ്ടത്. റസൂലുള്ളാഹി പഠിപ്പിച്ചില്ലേ, നിങ്ങൾ വാഹനത്തിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം, സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. എന്നുള്ള സഹോദരങ്ങളെ, എന്താണ്? ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങേണ്ടവരാണ്. ഒരു പക്ഷേ ആ മടക്കം സഹോദരങ്ങളെ
ആ വാഹനത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും നമുക്കെല്ലാവർക്കും റാഹത്തുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് അപകടങ്ങൾ സഹോദരങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അഹമ്മദാബാദിൽ 242 യാത്രക്കാരുമായി പറന്നുയർന്ന് സെക്കൻഡുകൾക്കുള്ളിൽ സഹോദരങ്ങളെ അതിലെ ഒരാളൊഴികെ ബാക്കി എല്ലാവരും തീഗോളമായി മാറിയത്. ജീവിതയാത്ര സഹോദരങ്ങളെ, അതിലുള്ള ആളുകൾ എത്രയോ സ്വപ്നങ്ങൾ ബാക്കി വെച്ചവരാകും. സ്വപ്നങ്ങളിലേക്കവർ പറന്നുയർന്നവരാകും. പക്ഷെ ആ വാഹനത്തിൽ കയറി സെക്കൻഡുകൾക്കുള്ളിൽ സഹോദരങ്ങളെ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ എന്ന് വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനയിൽ അവസാനത്തെ ആ വാക്ക് ആ ഒരു മടക്കമായിരുന്നു എന്നുള്ളത് ഒരിക്കലും സഹോദരൻ അവർക്ക് അറിയായിരുന്നില്ല, ഒരിക്കലും അറിയില്ല എപ്പോഴാ മരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഏതൊരു സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ജീവിക്കണമെന്നുള്ളതാണ്. അതിലപ്പുറം ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപകടം സംഭവിച്ച ആ ഒരു ഹോസ്റ്റലിലെ കുട്ടികളടക്കം മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് സദാസമയം സിക്റിൽ മുഴുകിക്കൊണ്ട് ജീവിച്ച സഹോദരങ്ങളെ, മരണം എവിടെ വെച്ചാണ് നമുക്ക് ആർക്കും അറിയില്ല. ആ മരണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. ഏത് ഭൂമിയിൽ വെച്ച് എവിടെ വെച്ചാണ് മരിക്കുക എന്നുള്ളത്, എങ്ങനെയാണ് മരിക്കുക നമുക്ക് ആർക്കും അറിയില്ല സഹോദരങ്ങൾ. എന്നാൽ മരിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് ആ അവസാന സമയം നന്നാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി സഹോദരങ്ങളെ നമ്മൾ കൃത്യമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുക. എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠൻ ഇന്നലെ മരണപ്പെട്ടു. എന്റെ മൂത്താപ്പ 95 വയസ്സായിരുന്നു പ്രായം സഹോദരൻ, 95 വയസ്സായിരുന്നു. പക്ഷെ അവസാന സമയം വരെ മൂത്താപ്പാക്ക് സാധിച്ചിട്ടുണ്ട്. ആ കിടക്കുന്ന ബെഡിൽ ഒരു ഖുർആൻ എപ്പോഴും ഉണ്ടാവും. വായിക്കാൻ ഏതെങ്കിലും ഒരു മാസിക വാരിക ആ ബെഡിലുണ്ടാവും. പ്രായം കൊണ്ടുള്ള പ്രയാസങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ സദാസമയവും അതിന് സാധിച്ചിട്ടുണ്ട്. ഇന്നലെ മരിക്കുന്ന മിനിറ്റുകൾക്ക് മുമ്പ് വരെ നമസ്കരിച്ചിരുന്ന ആ അവസ്ഥയിൽ മരിച്ച സഹോദരങ്ങൾ ആലോചിച്ച് നോക്കണം. അതുകൊണ്ട് ഏത് പ്രായത്തിൽ മരണപ്പെട്ടാലും അവസാന സമയം നമുക്ക് അള്ളാഹനെ ഓർത്തുകൊണ്ട് മരിക്കാൻ സാധിക്കണം. പാലിയേറ്റീവിൽ നിന്ന് ആളുകൾ വന്ന് വീട്ടിലേക്ക് മടക്കി ചികിത്സിക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടി വന്നതാണ്. ആ സമയത്ത് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് ളുഹർ നമസ്കരിച്ച് അല്പം കഴിഞ്ഞാണ് മരണപ്പെടാൻ നോക്കണം. അപ്പൊ ഏറ്റവും പ്രായം കൊണ്ട് ഒരുപാട് മുന്നോട്ട് പോയിട്ടും ആ അവസാന സമയം വരെ സഹോദരങ്ങളെ അള്ളാഹനെ ഓർത്തുകൊണ്ട് ദിക്റിലായിക്കൊണ്ട് മരിക്കുവാൻ സാധിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖബർ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെയൊക്കെ മരണം ഇതുപോലെ നേരവും കാലവും നമ്മിലേക്ക് വന്നെത്തും. അതിന്റെ അവസാന മിനിറ്റുകൾ നമുക്ക് ദിക്റുകൾ കൊണ്ട് അള്ളാഹനെ ഓർത്തുകൊണ്ട് മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആ നിലക്കുള്ള അള്ളാഹുവിനെ ഓർത്തുകൊണ്ടുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.